ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വിയർത്തിട്ടാണ്, റൂമിൽ ഫാൻ ഇടാക്കൂല, കാരണം ശബ്ദം ഇതാകും. സോ അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ വരട്ട് പോവാം. സോ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ നമുക്ക് ഇത് എഴുതാനുമുണ്ട് ചെയ്യാനുമുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് ചെയ്യിപ്പിച്ചോളും സ്കൂളിൽ പോകുമ്പോൾ. ഇപ്പോൾ ഞാനിത് എഴുതാനുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ശബ്ദം കാണാം, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ്, ഡിബേറ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗേൾസും ബോയ്സും എന്ന ഗ്രൂപ്പിന് പേര് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ നടത്തുമ്പോൾ. ഇനി ഈ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി കനോട്ട് ലീവ് വിത്തൗട്ട് മൊബൈൽ ഫോൺ. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നത്. ഈ ഗ്രൂപ്പ് എ പറയുന്നത് അഡ്വാൻറ്റേജസ്, ഗുണവും, ഗ്രൂപ്പ് ബി പറയുന്നത് ദോഷവുമാണ്. ഞാൻ വൃത്തിയില്ലാതെ പെട്ടെന്ന് എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എ ഗുണം പറയാണ് ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ബന്ധപ്പെടാൻ വളരെ എളുപ്പമാണ് എന്ന് ആര് പറയാണ്? ഈ ഗ്രൂപ്പ് എ ഒരു ഗുണമായിട്ട് പറയാണ്. അപ്പോൾ ഗ്രൂപ്പ് ബി പറയും വേസ്റ്റ് ടൈം, എന്താണ്, സമയം കളയുന്നു, സമയം വേസ്റ്റ് ആകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് 2 പറയും വി ക്യാൻ കണക്ട് വിത്ത് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വിത്ത് വീഡിയോ കോൾ ഒന്നും ഇവിടെ ഉണ്ട് കേട്ടോ. വിത്ത് വീഡിയോ കോൾ ഒന്നുണ്ട്. ഓക്കെ, വീഡിയോ കോളിലൂടെ നമുക്ക് നമ്മുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും കണക്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പറയണേ പ്ലേയിങ് ഗെയിംസ് ആൻഡ് വാച്ചിങ് വീഡിയോസ് മേക്ക് ഓസ് ഐ പ്രോബ്ലംസ്. ഈ ഗെയിംസ് കളിക്കുന്നതും വീഡിയോസ് വാച്ച് ചെയ്യുന്നതും ഒക്കെ കണ്ണിന് കേടുണ്ടാക്കും എന്ന് പറയാണ്. അപ്പം മൂന്നാമത് ഈ ഗ്രൂപ്പ് എ പറയാണ് വി ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ വേൾഡ്. നമുക്ക് ലോകത്തിനെ പറ്റി ഒരുപാട് അറിവുകൾ കിട്ടും എന്ന് പറയണം. അപ്പോൾ റീഡിങ് ഹാബിറ്റ് ബിക്കേം ലെസ് എന്ന് ഗ്രൂപ്പ് ബി ദോഷം പറയാണ്. റീഡിങ് ഹാബിറ്റ് വിൽ ബി ലെസ്. ലെസ് എന്താണ്? വായനാശീലം. ഇപ്പം നമ്മൾ ഇതൊരു പത്രമാണെന്ന് വെക്കുക. ഇന്ന് ഒരാൾ ഇന്ന പോലെ പിടിക്കപ്പെട്ടു, ഡ്രഗ്സിൻ്റെ കേസിൽ പിടിക്കപ്പെട്ടു എന്നുള്ള, അങ്ങനെ നമ്മൾ പത്രം എന്നും എടുത്ത് വായിച്ചു നോക്കുന്ന ആ ഒരു ഹാബിറ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്തിലോട്ടാവും? ഫോണിൽ ന്യൂസ് കാണാൻ തുടങ്ങും. ചിലവരൊക്കെ ഉണ്ട് ഫോണിലും ന്യൂസും കാണും, പത്രവും വരുത്തും, പത്രവും വായിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ. നാലാമത് വി ക്യാൻ മേക്ക് മെമ്മറീസ് ത്രൂ ഇമേജസ് ആൻഡ് വീഡിയോസ്. നമുക്ക് വീഡിയോസിലൂടെയും ഇമേജസിലൂടെയും മെമ്മറികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് നമ്മൾ എടുത്തിട്ടിട്ട് കുറച്ചൊരു വർഷം കഴിയുമ്പോൾ നമ്മൾ അതിന് വീഡിയോ എടുക്കാൻ നിർത്തി, നമുക്ക് മടിയായി. പിന്നെ നമ്മളൊരു 50, 56, 20, 22 വയസ്സൊക്കെ ആകുമ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ ഒരു മെമ്മറി അല്ലേ, ഒരു ഓർമ്മയായില്ലേ, ഓ ഇന്ന് ഇതേപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കൊരു ഓർമ്മ വരും. അതേപോലെ നമുക്ക് ഇമേജസിലൂടെയും ഈ വീഡിയോസിലൂടെയും ഒക്കെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഇവിടെ? മൊബൈൽ ഫോൺസ് ക്യാൻ ബി അഡിക്റ്റീവ് ആൻഡ് കോസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിനോട് അഡിക്ഷൻ ഉണ്ടാവുകയും അതിലൊരു മൊബൈൽ ഫോൺ ആൻസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അങ്ങനെ ഉണ്ടാവുകയും പിന്നെ ഡിപ്രഷൻ, അതായത് നമുക്കൊരു സമാധാനം ഇല്ലായിരിക്കും. മൊബൈൽ ഫോൺ ഇല്ലാതെ ആകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മൾ ഡിപ്രഷനിലാവുന്നു. നമുക്കങ്ങനെ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു അഡിക്ഷൻ ഉണ്ടാവും. അപ്പം അഞ്ചാമത്തെയാണ് വി ക്യാൻ സീ ആൻഡ് ടോക്ക് ടു ലിവിങ് ഫാർ അവേ പ്ലേസസ്. ഇവിടെ പീപ്പിൾ എന്നുണ്ട് കേട്ടോ, പീപ്പിൾ. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കൂലേ വാട്സാപ്പിൽ. ഇപ്പം എനിക്ക് തന്നെ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ ഗ്രൂപ്പിലൂടെ എന്ത് ഗുണമുണ്ട്? നമുക്ക് വീഡിയോ കോൾ, എല്ലാവരിലും ഒരൊറ്റ കോള് വിളിച്ചാൽ മതി, പിന്നെ അതെല്ലാവരിലോട്ടും ആ ഗ്രൂപ്പിൽ നിന്ന് പോവും.
അപ്പോൾ നമുക്ക് എന്തായി, ഒരു ടച്ചിൽ തന്നെ എത്ര പേരിലോട്ട് ആ വീഡിയോ കോളുകൾ പോണത് എന്ന്. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുകയാണ് ലെറ്റർ റൈറ്റിംഗ് സ്റ്റോപ്പ്. എന്താണ്, നമ്മൾ മുമ്പ് കാലത്തേക്ക് ലെറ്റേഴ്സ് ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ലെറ്റർ റൈറ്റിംഗ് സ്റ്റോപ്പ് ആവും, ലെറ്റർ റൈറ്റിംഗ് ഇല്ലാതെയാകും. അപ്പോൾ 6, മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് വർക്ക് ഫ്രം ഹോം. അതായത് ഇപ്പോൾ ചിലവർക്ക് വീട്ടമ്മമാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അവർക്ക് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഈ ഓൺലൈൻ വഴി നമുക്ക് കിട്ടും. അതായത് പീപ്പിൾ ഹാവ് നോ ടൈം ടു സ്പെൻഡ് ഫോർ ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഓൾ ആർ എൻഗേജ്ഡ് ഇൻ സോഷ്യൽ മീഡിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ഈ വർക്ക് ചെയ്യുന്നതല്ല, എല്ലാവരും എന്ത് ചെയ്യും, ഇങ്ങനെ ജോലികളൊക്കെ ചെയ്ത് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഇടപഴകാതെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുമായിട്ട് അഡിക്റ്റ് ആവും. യൂട്യൂബ്, ട്വിറ്റർ, അതേപോലെ തന്നെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസും ഉണ്ട്. വാട്സാപ്പിൽ തന്നെ ചാനലൊക്കെ തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ സോഷ്യൽ മീഡിയാസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അതിൽ മുഴുകിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടുകാരുമായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒന്നും നമുക്കൊരു ഇടപഴകൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഫ്രണ്ടിനെയൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ചമ്മലായിരിക്കും. ഇത്രയും നാൾ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് കുറേ നാൾക്ക് ശേഷം പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, സംസാരിക്കണത് എന്താണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ്. സോ എവരിവൺ, ഇപ്പോൾ എനിക്ക് 227 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ മുമ്പ് ഒരുപാട് ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഹബീസ് ലിറ്റിൽ വേൾഡ് എന്ന് പറയുന്ന, മുമ്പ് എനിക്ക് 2 ചാനലുകൾ ഉണ്ടായിരുന്നു. ഹബീസ് ലിറ്റിൽ വേൾഡ് എന്ന് പറയുന്ന 2 ചാനലുകൾ. അപ്പോൾ അതൊക്കെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 2 മാസത്തോളമായി തുടങ്ങിയിട്ട്. ഫെബ്രുവരി 1-ാം തീയതി ഞാൻ കറക്റ്റ് ഫെബ്രുവരി 1-ാം തീയതി ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. ഓക്കെ, എന്തായിരുന്നാലും ഞാൻ അധികം ഒന്നും പറഞ്ഞ് ലാഗ് പഠിപ്പിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്ന് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.